ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു മെഡിസിനെ പറ്റിയിട്ടാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഈ ഇവിയോൺ പച്ച കളറിലെ ഗുളിക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് ഈ ഇവിയോണിൻ്റെ ടാബ്ലറ്റ് അല്ലേ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് മെഡിസിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ ആണെങ്കിൽ B.Pharm 4th ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം ഓൾമോസ്റ്റ് മെഡിസിൻസിനെ കുറിച്ചൊക്കെ ഞങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഓൾമോസ്റ്റ് മെഡിസിൻസിനെ പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണയുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ പേർക്ക് ഈ ഒരു ക്യാപ്സ്യൂളിനെ പറ്റിയിട്ട് അധികം ആർക്കും അങ്ങനെ അറിയില്ല. എന്നാൽ ഇത് അത്യാവശ്യം ഒരിടയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ടാബ്ലറ്റാണ്. നമ്മൾ ഇത് ഹെയർ ഓയിലിൽ മിക്സ് ചെയ്ത് തേക്കും, അതേപോലെ നമ്മൾ കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്ത് തേക്കും. അങ്ങനെ ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് അല്ലേ. അപ്പം ഇതിൻ്റെ യൂസും ഇത് യൂസ് ചെയ്യുമ്പം എന്തൊക്കെ പ്രിക്കോഷൻസാണ് എടുക്കേണ്ടത് അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഇവിയോൺ 400ൻ്റെ ടാബ്ലറ്റാണ്. അപ്പം ഈ ഒരു ടാബ്ലറ്റ് വന്നിട്ട് നമുക്ക് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതൊരു സ്ട്രിപ്പിൽ എങ്ങനെ പോയാലും ഒരു 20 ഗുളികയുണ്ട്. ആ ഒരു 20 ഗുളികയ്ക്ക് ഒരു സ്ട്രിപ്പ് വന്നിട്ട് 84 റുപ്പീസാണ്. നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ടാബ്ലറ്റ് ഫുൾ ഓഫ് വൈറ്റമിൻ ഇ ആണ്. ഇറ്റ്സ് ടോക്കോഫെറോൾ. ഇതെന്ന് പറഞ്ഞൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഓൾറെഡി ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും സ്കിന്നിലും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്നത് നമ്മുടെ ബോഡിയുടെ അകത്താണെങ്കിലും സെൽസിലാണെങ്കിലും. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലോട്ട് ചെല്ലുമ്പോൾ ഹെയർ സെൽസിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കിയിട്ട് അതുവഴി ന്യൂട്രിയൻസ് പെട്ടെന്ന് അബ്സോർബ് ആകും. അപ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് ഇതിനെ പറ്റിയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ്. അതാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മെഡിസിൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടാവും അല്ലേ. അതിപ്പോൾ നമ്മൾ ഏതൊരു സാധനമാണെങ്കിലും ആദ്യം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ അത് പിടിച്ച് വരാൻ ഇച്ചിരി സമയം എടുക്കും. അത് പിടിച്ചു കഴിഞ്ഞാലോ നമുക്കത് നിർത്തി കഴിയുമ്പോൾ പിന്നെ അതിലും ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമുക്ക് 1-2 ഹെയർ ഫോളൊക്കെ ഉണ്ടാവും, അത് സാധാരണമാണ്. പക്ഷേ ഇത് യൂസായി നമ്മുടെ തലയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബെസ്റ്റ് സാധനം തന്നെയാണ്. ബട്ട് ഇത് നിങ്ങൾ നിർത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നല്ലപോലെ പൊഴിയുകയും ചെയ്യും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവർ റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ ഇത് ബെനിഫിറ്റാണ്. ഇതിൻ്റെ ഒരു ആകെയുള്ള ഡിസഡ്വാൻറ്റേജ് അത് മാത്രമേ ഉള്ളൂ.